Thank you. എങ്ങനെയാണ് നിങ്ങൾ എത്തിപ്പെട്ടതെന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. അത്രയും ജനസാഗരമാണ് എന്നുള്ളത് തന്നെയാണ്. എന്താണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ പോയില്ല ഇത്രത്തോളം ക്രൗഡില്ല. ഇപ്പൊ റീസെന്റ് നമ്മൾ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ക്രൗഡുള്ള ഒരു പ്രോഗ്രാം ആണെന്ന് തോന്നുന്നു അല്ലെ. നമ്മുടെ ഡോളി ബാഗ്സ് ഗുഡ് ഈവനിംഗ്, നമസ്കാരം, ഹാപ്പി ക്രിസ്മസ്. അപ്പോ ഈ ക്രിസ്മസ് ദിനത്തിൽ കൊമ്പനാട് തറവാട്ടുള്ള ഇപ്പച്ചും ഞാനും വിട്ടില്ല മൾട്ടി ഞങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല സന്തോഷം കേട്ടില്ലേ? അപ്പൊ കറക്റ്റ് ക്രിസ്മസ് ദിനത്തിന്റെ അന്ന് തന്നെ നല്ല കാര്യം. അപ്പോ നമ്മളെ കൊമ്പനാട് തറവാട്ടിലെ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇവരൊക്കെ ചോദിക്കാൻ എപ്പോഴാണ് വരിക, എപ്പോഴാണ് പോയാക്ക് വരിക, എപ്പോഴാണ് കുഞ്ഞാക്ക് ഞാൻ ഇപ്പൊ വരും എത്ര നേരമായി മകളോട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അടുത്തതിലെങ്കിലും അടിഞ്ഞുണ്ടാവും അടിവാ വേഷത്തിൽ തരുന്നു. അപ്പൊ എടാ ഒറ്റ പോലെ നിങ്ങൾ ആദ്യം സൗണ്ട് ഉണ്ടാക്കാതിരിക്കുക, എന്നാലാണ് നിങ്ങൾക്ക് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുള്ളൂ. ഒച്ച വെക്കരുതേ. ഓക്കെ, ഓനോട്. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. എന്തായാലും ഡോണി ബാങ്കിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ചതിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച ഇത്ര തോന്നുള്ള മുത്തുമണിയാണ് ഒരു വായിച്ച് കാണാൻ സാധിച്ചത്. സന്തോഷം. നിങ്ങളെല്ലാവരും സപ്പോർട്ടോട് മാത്രമാണ് ഇന്ന് ഈ സ്റ്റേജിൽ മുഴുവനായാലും ഞാനായാലും ശിശുവായാലും എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഇത്ര ആളുണ്ടാകുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ നമ്മളെ സന്തോഷം അറിയിക്കുകയാണ്. കാരണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ട് ഞങ്ങളൊരു 4 സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒന്നാമത്തെ സിനിമന്റെ റിലീസ് ജനുവരി 16. അപ്പോ ആളുകൾ വെച്ച് ഏതാ പടം എന്നറിയാതെ കാണും. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ സിനിമ കിട്ടിയത്. അതാണ് ഇപ്പച്ചി അഭിനയിച്ച സിനിമന്റെ പേര് കേൾക്കണ്ടേ? പെണ്ണുകേസ്. അല്ല അത് ചിരിക്കാൻ പെണ്ണുകേസാണ് ഞാൻ ചെയ്ത ആദ്യത്തെ പടം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അജയ് വർഗീസ് നായകനായി, മറ്റേ നിഖില വിമല് നായികയായിട്ടുള്ള രമേശ് പിഷാരടി, അങ്ങനെ ഒരുപാട് താരനിരകളുള്ള ഒരു ഇതിൽ നമ്മളൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. എന്തായാലും രണ്ടാമത് ഇപ്പം ചെയ്തത് മഹേഷിന്റെ കിണറ് എന്നുള്ളൊരു പടം. പിന്നെ മൂന്നാമത് ചെയ്തത് തെറപ്പി. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ച് ഒരു പടം ചെയ്തു, ഗോളാഗോളം. അതിൻ്റെയൊക്കെ ഡബിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്തായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ എന്ത് വന്നാലും നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തിട്ടേ പോകുള്ളൂ. ആദ്യം തന്നെ നമ്മൾ എത്തിയിട്ട് നേരെ ചെയ്ത് എത്തിയിട്ട് ജോലി പറയണം. ഓക്കെ, നമ്മൾ അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. തല്ല് വേണമെന്നാണ് പറയുന്നത്. നമ്മള് തല്ല് കൊടുക്കും. തല്ലുണ്ടാവും, തല്ലുണ്ടാവും. തല്ല് വേണമെന്നുള്ള എന്താ ഞാൻ ഇതിനെ പോവാണ്. അല്ല അല്ല ഓരോ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് നിങ്ങൾക്കൊക്കെ എന്നെ തല്ലണ ഇഷ്ടം അതുണ്ടാവും. പറമ്പിൽ പീടിയിൽ വന്നിട്ട് നമ്മൾ തല്ലാതെ പോകാറല്ലോ. മുക്കണ്ട ആൾക്കാരുടെ അടിയിൽ ഒരു ലൈവായിട്ട് തല്ലി കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലല്ലോ.
അതിൽ തുടങ്ങിയാലോ അല്ലേ അതാണ് അത് മോഹത്തിക്ക് എന്താ ഇടത്ത് ഓക്കെ അനക്കുള്ളത് തെറ്റിക്കത്തില്ല കേട്ടോ. തുടങ്ങാം കേട്ടില്ലേ? തുടങ്ങട്ടെ ആ അപ്പൊ ഏതായാലും ഒരു സിനിമന്റെ ചെറിയ കുട്ടികളൊന്നും സിനിമന്റെ അല്ല സിനിമന്റെ നമ്മളെ ഏതൊരു വീഡിയോന്റെ ഷോട്ട് കൂടെ അങ്ങനെ കയറാം ഓക്കെ സൗണ്ട് ഉണ്ടാക്കരുത് എന്നാലേ കേൾക്കുള്ളൂ. അപ്പൊ ഒച്ച ഉണ്ടാക്കരുത്. ഇഷ്ടപ്പെട്ടാലും ലാസ്റ്റ് കൈയടിക്കണം കേട്ടോ. ഓക്കെ ഞാനത് കൊമ്പങ്കാട് പോയ വാതിലൊക്കെ ഇന്നക്ക് വെള്ളിയാഴ്ച അതെന്നെ പണ്ട് വാതിലൊക്കെ ജുമാക്കോളാണ് നേരായി ഉന്നെ കൊന്ന് എന്റെ രക്തത്തെ കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. എന്റെ അമ്മ കൊച്ചുകൂടെ കുറിച്ച് വിചാരിച്ച് നടന്നില്ല പിന്നെ വെച്ച് കെട്ടണേ എന്താണ് പങ്കെടുക്കേ? അത്ര മതി ഹലോ 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 ആ സൗണ്ട് മാറി സൗണ്ട് മാറി സൗണ്ടിന് എന്തോ ഒരു മാറ്റല്ലേ? ഇല്ലേ? സൗണ്ടിന് എന്തോ ഒരു മാറ്റം. ഹലോ 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 ആ ഒരു സിനിമ നടന്ന സൗണ്ട് കിട്ടും ഹലോ പറഞ്ഞിട്ടു ഹലോ ആ കുട്ടികളോട്ട് പോക്കോ ചേട്ടാ ഒന്ന് എടുത്തോ കിട്ടും. ഹലോ ഒന്നുകൂടെ എന്നെ ശരിക്കും